പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശരണം വിളിയോടെ പ്രസംഗം ആരംഭിച്ച പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് പറഞ്ഞു. സ്വാമിയേ ശരണം അയ്യപ്പ പഥനം തിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. आज पथनमथिट्टा का ये माहौल बता रहा है कि इस बार मेरे साथ बोलिए भारत माता की. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. കേരളം ഭരിക്കുന്നത് അഴിമതി സർക്കാരാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടം മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ LDFും UDFും പരസ്പരം യുദ്ധം ചെയ്യുന്നു. എന്നാൽ ദില്ലിയിൽ ഇവർ സഖ്യത്തിലാണ്. ഒരു തവണ UDF ഒരു തവണ LDF എന്ന ചക്രം പൊളിക്കണമെന്നും കേരളം മാറി ചിന്തിക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെത്തിയത്. തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്ററിൽ പ്രമാടം സ്റ്റേഡിയത്തിൽ ഇറങ്ങിയ മോദി റോഡ് മാർഗമാണ് ജില്ലാ സ്റ്റേഡിയത്തിലെ വേദിയിലെത്തിയത്. കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, തുഷാർ വെള്ളാപ്പള്ളി, PC ജോർജ്, പത്മജ വേണുഗോപാൽ, NDA സ്ഥാനാർത്ഥികളായ ശോഭാ സുരേന്ദ്രൻ, അനിൽ ആന്റണി, ബൈജു കലാശാല എന്നിവർ പങ്കെടുത്തു. സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള തണ്ണീർപന്തലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം പാമ്പാടി ബസ് സ്റ്റാൻഡിൽ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കനത്ത ചൂടിൽ വലയുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളവും സംഭാരവും അടക്കം സൗജന്യമായി ലഭ്യമാക്കി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ തണ്ണീർപന്തലുകൾ ആരംഭിച്ചു. കോട്ടയം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച തണ്ണീർപന്തലിൽ നിന്ന് കുടിവെള്ളം പകർന്നു നൽകി സഹകരണ തണ്ണീർപന്തലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണ്, നമുക്കറിയാം. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നായി കോട്ടയം മാറിയിരിക്കും. കോട്ടയത്ത് വിശേഷിച്ചും വലിയ രൂപത്തിൽ താപനില ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ദാഹജലം എത്തിക്കുക എന്ന അതിപ്രധാനമായ ഒരു ദൗത്യമാണ്. ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. യാത്രക്കാർക്കുൾപ്പെടെ പല മേഖലകളിലും ദാഹജലം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയുടെ ഈ തണ്ണീർപന്തൽ ഏറ്റവും ആശ്വാസകരമായി വരുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ കാണാൻ കഴിയുന്നത്. സഹകരണ മേഖല ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിക്കുന്ന പോലെ ഏതാണ്ട് 2300 പരം ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് വെച്ചു കൊടുക്കാനും സൗജന്യമായി സഹകരണങ്ങൾ സമാഹരിച്ചു കൊടുക്കുന്ന രംഗത്ത് സഹകരണ മേഖലയാണ് ഇടപെട്ടിരുന്നത്. ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സഹായകമേകും വിധം സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും തണ്ണീർപന്തലുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ വർഷം സഹകരണ മേഖലയിൽ തണ്ണീർപന്തലുകൾ ഒരുക്കിയിരുന്നു. ഇത്തവണ പല മേഖലയിലും ചൂട് വളരെ കൂടിയിരിക്കുകയാണ്. അതിനാൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തം സഹകരണ വകുപ്പ് ഏറ്റെടുക്കുകയാണ്. എല്ലാ ബാങ്കുകളും അവയുടെ മേഖലയിലെ പൊതു ഇടങ്ങളിലും വ്യാപാര തെരുവുകളിലും ആവശ്യാനുസരണം തണ്ണീർപന്തലുകൾ ആരംഭിക്കുമെന്നും വേനൽ അവസാനിക്കും വരെ ഇവ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. തണ്ണീർപന്തലുകൾ വഴി കുടിവെള്ളം, സംഭാരം, തണ്ണിമത്തൻ ജ്യൂസ്, ഗ്ലൂക്കോസ്, തണുത്ത വെള്ളം, പഴങ്ങൾ, ORS എന്നിവ നൽകും. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന യോഗത്തിൽ കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് റെജി സക്കറിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം KK തങ്കപ്പൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അപകടക്കണിയായി സമീപന പാത. കുട്ടനാട്ടിലെ ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമീപന പാത ഇടിഞ്ഞു താണ് അപകടങ്ങൾ തുടർക്കഥയായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികാരികൾ.
മാസങ്ങളായി തുടരുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിൻ്റെ സമീപന പാതയുടെ നിലവിലെ സ്ഥിതിയാണിത്. പടിഞ്ഞാറേക്കരയിൽ പാലവും റോഡുമായി ചേരുന്ന ഭാഗം ഇടിഞ്ഞു താണതോടെ യാത്ര തീർത്തും ദുരിതപൂർണം. മാസങ്ങളായി ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികളെന്നാണ് പരാതി. ആംബുലൻസൊക്കെ പോകുമ്പോഴും ഒരു രോഗിയായിട്ടൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത് കൂടുതലും ഈ പെട്ടിവണ്ടി, ഓട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ, പിന്നെ വലിയ ലോറികളൊക്കെ ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാലം. ഒരു ചെറിയ സ്റ്റോപ്പും കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി. ഇത് എത്ര 2-3 പ്രാവശ്യം അത് റെഡിയാക്കിയതാണ്, പക്ഷേ താഴ്ന്നു പോകുകയാണ്. കുട്ടനാട്ടിൽ ഇപ്പോൾ കൊയ്ത്ത് കാലമാണ്. ഭാരവാഹനങ്ങൾ നിരന്തരം ഈ വഴി സഞ്ചരിക്കുന്നു. ചെറുതും വലുതുമായ അപകടങ്ങളും ഇവിടെ പതിവാണ്. കുറേ നാളുകളായിട്ട് പ്രശ്നത്തിലാണ്. വാഹനങ്ങൾ പോകുന്ന സമയത്ത് നിരവധിയായ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ലോഡും വണ്ടി കയറുന്ന സമയത്ത് ഇവിടെ കുത്തനെയുള്ള ഇറക്കം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ജനങ്ങളുടെ യാത്ര ചെയ്യുന്നതിനുള്ള അസൗകര്യം ശരിക്കും അനുഭവപ്പെടുന്നത്. എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വഴി ലൈറ്റുകൾ കത്തുന്നില്ല. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് എത്രയും വേഗം ഇതിനുള്ള പരിഹാരം കാണണമെന്ന്. ചമ്പക്കുളം പാലം യാത്രയ്ക്കായി തുറന്നുകൊടുത്ത ശേഷം പലതവണ പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണിരുന്നു. അപ്പോഴൊക്കെയും താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുക മാത്രമാണ് ഉണ്ടായത്. പടിഞ്ഞാറേക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് സ്ഥിരമായി അതിനെ ബീം കാലുകൾ നാട്ടിക്കൊണ്ട് ഇതുപോലെ കേഡർ ഫിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയാലേ അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ. താൽക്കാലികമായി എന്തെങ്കിലും ഇതുവരെ പല പ്രാവശ്യം കാണിച്ചതാണ്, അത് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് കാലുകൾ നാട്ടി അതേ ബീം പണിത് അതേ സ്ലോപ്പ് കൊടുത്താൽ മാത്രമേ കിഴക്കുവശത്ത് ചെയ്തതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ചെയ്യണം. അല്ലെ അത് തുടർന്ന് അപകടങ്ങൾ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ 19-ാം തീയതി നടക്കാൻ പോകുന്ന ആ വലിയ പെരുന്നാളിൽ തെക്കു നിന്നും കൊല്ലത്തു നിന്നും അന്ന് നാനാഭാഗത്തു നിന്നും വളരെയധികം വണ്ടികൾ വരുന്നതാണ്. വളരെയധികം വാഹനങ്ങളിൽ നെല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തെ കൂടെയാണ് ഇപ്പം എല്ലാ വണ്ടികളും ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ചമ്പക്കുളം ഗവൺമെൻറ് ആശുപത്രി, സെൻറ് മേരീസ് ബസലിക്ക, നെടുമുടി പഞ്ചായത്ത് ഓഫീസ്, വിദ്യാലയങ്ങൾ, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദിവസേന 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. വിദ്യാർത്ഥികളടക്കം ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സമീപനപാത ഉയർത്തി താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നും ശാശ്വത പരിഹാരത്തിനായി നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചങ്ങനാശ്ശേരി നഗരസഭയെയും പായിപ്പാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെരുമ്പുഴക്കടവ് പാലം സഞ്ചാരയോഗ്യമാകുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ 2.5 വർഷം പൂർത്തിയാകുമ്പോൾ ഇത് ഈ പണി ആരംഭിക്കാൻ പറ്റുന്നത്. ഇത് ഈ നാടിന്റെ വലിയൊരു ആവശ്യമാണ്. പൂവത്ത് ആൾക്കാരുടെ മാത്രമല്ല, പൂവത്ത് താമസിക്കുന്ന 10,000 ആൾക്കാരോളം അവരുടെ മാത്രമല്ല, ഈ 2 വാർഡിന്റെ മാത്രമല്ല, നമ്മുടെ പായിപ്പാട് പഞ്ചായത്തിന്റെ തന്നെ വലിയൊരു ആവശ്യമാണ് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പൈലിംഗ് വർക്ക് വളരെ പെട്ടെന്ന് പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അടുത്ത ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പ് തന്നെ ഇതിന്റെ അടുത്ത അനന്തര നടപടികൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഈ പ്രദേശത്ത് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം മനക്കച്ചിറ ടൂറിസം പദ്ധതി, അത് ഈയിടെ ടൂറിസം ഡയറക്ടറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു 1.5 കോടി രൂപ മുടക്കിയതാണ്. ഇപ്പം നമ്മുടെ മേജർ ഇറിഗേഷൻ്റെ പോളയൊക്കെ വൃത്തിയാക്കി വാരിയിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് അമ്യൂസിംഗ് ലൈറ്റും ഡാൻസിങ് ലൈറ്റും ഒക്കെ ഏർപ്പാടാക്കി അവിടെ ഒരു നല്ല രീതിയിലുള്ള ടൂറിസത്തിൻ്റെ ഒരു പ്രപ്പോസൽ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പാലം നിർമ്മിച്ചപ്പോൾ അപ്രോച്ച് റോഡുകൾ തകരുകയും പാലം ഉപയോഗശൂന്യമാവുകയും ചെയ്തിരുന്നു. ഇതുമൂലം മഹാപ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ വന്നപ്പോൾ പ്രദേശവാസികൾ ഏറെ ദുരിതമാണ് അനുഭവിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ 17 വർഷമായി അനുഭവിച്ച ദുരിതത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇനീഷ്യൽ പൈൽ ലോഡ് ടെസ്റ്റാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. മനക്കച്ചിറ ടൂറിസം പദ്ധതിയും താമസിയാതെ യാഥാർത്ഥ്യമാകുമെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA പറഞ്ഞു.
ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജു, പായിപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡിലെ 9-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്ഥലം മേടിക്കാൻ പറ്റില്ല, അത് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ സ്ഥലം വാങ്ങി എത്തിച്ചാൽ നമുക്ക് MLA ഫണ്ട് ഉൾപ്പെടെ, MLA ഫണ്ട് മാത്രം കൊണ്ടെല്ലാം കഴിയില്ല, പക്ഷെ ഇതുവരെയും കൊടുക്കാത്ത നിലയിൽ നമുക്ക് അംഗനവാടി കെട്ടിടത്തിന് MLA ഫണ്ട് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 6-7 അംഗനവാടികൾക്ക് MLA ഫണ്ട് അനുവദിച്ചു. വിവിധ പഞ്ചായത്തിൽ സ്വന്തമായ സ്ഥലമുള്ള സ്ഥലത്ത് ഈ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് 2 എണ്ണം പൂരണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. അടുത്തേക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് 2 അംഗനവാടികൾക്ക് ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിച്ചു. ഗ്രാമപഞ്ചായത്ത് പണം വെച്ച് നിർമ്മിക്കുന്നതുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ അംഗനവാടികൾക്ക്, സ്ഥലമുള്ള എല്ലാ അംഗനവാടിക്കും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയും. 5 വർഷത്തെ ഒരു കാലാവധിക്കുള്ളിൽ ആ ലക്ഷ്യം നിറവേറ്റണം എന്ന ഒരു താല്പര്യപ്പെട്ടുകൊണ്ടാണ് അത്തരം ഒരു സ്കീമിന് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ വർഷവും ചില അംഗനവാടികൾക്ക് നമുക്ക് പൈസ കൊടുക്കാൻ കഴിയും നിശ്ചയമായും. പനയക്കുളങ്ങര സ്കൂൾ ജംഗ്ഷന് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ അജിത ശശി, വിശാഖ് വിജയൻ, അധ്യാപിക ശ്രീജ രതീശൻ, NP വിദ്യാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ഉപഭോക്തൃ അവകാശ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. പുതിയ വിപണി സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കെൽട്രോൺ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രവീൺ കുമാർ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ളതും നീതിപൂർവകവുമായ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ജില്ലാ സപ്ലൈ ഓഫീസർ സ്മിത ജോർജ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്സ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് കാലാവടക്കൻ, കൺസ്യൂമർ ഗൈഡൻസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി PI മാണി, കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ഏഴെ പുഞ്ചയിൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജി ചന്ദ്രൻ, ജൂനിയർ സൂപ്രണ്ട് MR മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഉപഭോക്തൃ നീതി സംഗമവും പ്രശസ്തി പത്ര വിതരണവും നടത്തി. രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന ടെംപ്ലേറ്റ് സിസ്റ്റത്തിനെതിരെ കേരളത്തിലെ ആധാരമെഴുത്തുകാർ സമരത്തിലേക്ക്. പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ധർണയും നടത്തി. രജിസ്ട്രേഷൻ മേഖലയെ ഒന്നാകെ തകർക്കുന്ന ടെംപ്ലേറ്റ് സിസ്റ്റത്തിനെതിരെ ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കി സബ് രജിസ്ട്രാർ ഓഫീസ് പടിക്കൽ ധർണ നടത്തിയത്. കുട്ടനാട്ടിൽ പുളുങ്ങുന്നു യൂണിറ്റിൽ നടന്ന സമരപരിപാടി സംഘടനാ ജില്ലാ പ്രസിഡന്റ് PT ജോൺ പെരുമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ഈ രജിസ്ട്രേഷൻ മേഖലയിലെ പല കാര്യങ്ങളും ഇന്ന് ലോകവിപണിയിലേക്ക് കച്ചവടത്തിനായി കടന്നുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് പദ്ധതികളുടെ പദ്ധതിയുമായിട്ടാണ് ഇത്തരം പദ്ധതികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മാറി മാറി വന്ന പല ഗവൺമെൻറ്റുകൾ ഈ പദ്ധതികളെ മരവിപ്പിച്ച് നിർത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ പോലും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി നിന്നെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെൻറ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിക്ക് വീണ്ടും ഊർജ്ജം കൊടുക്കുകയും ആ പദ്ധതിയെ മന്ത്രിസഭ ഉൾപ്പെടെയുള്ളവർ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ രേഖകളുടെ സുരക്ഷ ഒഴിവാക്കുകയും അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആധാരങ്ങളെ സുരക്ഷ ഒഴിവാക്കുകയും പല ബുദ്ധിമുട്ടുകൾക്കായിട്ട് ഒരു ആധാരം ചമയ്ക്കണമെങ്കിൽ മാസങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലുമൊക്കെ കയറിയിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് വരികയെന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ ടെംപ്ലേറ്റ് പദ്ധതി എന്ന പദ്ധതിയുമായിട്ട് വരുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ പദ്ധതി നടപ്പാക്കിയിട്ടില്ല.
അത് പലയിടത്തും ഈ പറയുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഇല്ലാത്ത ഒരു പദ്ധതിയുമായിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ മേഖലയിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്നാണ് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രതിഷേധ യോഗത്തിൽ AKDW&SA ജില്ലാ വൈസ് പ്രസിഡന്റ് KC മേരിമ്മ അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി സ്മിത ഉല്ലാസ്, PV ജയകുമാർ, KM ഭാസി, വിനീത സാബു, രാജേഷ് കിടങ്ങറ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഉപഭോക്തൃ അവകാശ ദിനാചരണവും ബോധവൽക്കരണ സെമിനാറും ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ നടത്തി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഉപഭോക്താവാണ് രാജാവ്, ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന സന്ദേശം ഉയർത്തി നടത്തിയ പരിപാടി അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് പുറത്തുള്ള വ്യവസായങ്ങളെയും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ല, നിത്യോപയോഗ സാധനങ്ങളില്ല, നമ്മൾ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ ആശ്രയിച്ചാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ പള്ളികളൊക്കെ പോയി ഇന്ന് അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാറേ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് കുറച്ചുകൂടെ ഉപഭോക്താക്കൾക്ക് സന്തോഷം കിട്ടത്തക്ക രീതിയിൽ അവർ കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായി വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ടാണ് ആവശ്യം. യോഗത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ജെയിംസ് അധ്യക്ഷനായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനസേവകരായ അഡ്വക്കേറ്റ് K മാധവൻപിള്ള, ഡോക്ടർ J തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നേതാക്കളായ വിജയലാലി, PS രഘുറാം, ജസ്റ്റിൻ ബ്രൂസ്, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് കാലാവടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 7 ഗ്രന്ഥശാലകൾക്ക് പത്രമടക്കമുള്ള മാധ്യമങ്ങൾ വരുത്തുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ധനസഹായം നൽകി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,05,000 രൂപയാണ് അനുവദിച്ചത്. ലൈബ്രറി കൗൺസിൽ ചെങ്ങന്നൂർ താലൂക്ക് പ്രസിഡന്റ് LP സത്യപ്രകാശിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി തുക കൈമാറി. നമ്മൾ വർഷങ്ങളായിട്ട് ഗ്രാമപഞ്ചായത്തിൽ പോലെ ഗ്രന്ഥശാലകൾക്ക് ധനസഹായം നൽകി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും നമ്മൾ 1,05,000 രൂപ 7 വായനശാലകൾക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. 15,000 രൂപ വീതം ഓരോ ഗ്രന്ഥശാലയ്ക്കും. ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പൊതുജനങ്ങളുടെ വായനാശീലവും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ വായനാശീലത്തിലേക്ക് അടുപ്പിക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും വായനശാലയിലൂടെ നോക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എല്ലാ സപ്പോർട്ടും വായനശാലയ്ക്ക് മാന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകുന്നുണ്ട്. ജനപ്രതിനിധികളായ സുജാത മനോഹരൻ, ശാലിനി രഘുനാഥ്, സലിം പടിപ്പുരയ്ക്കൽ, മധു പുഴയോരം, അജിത് പഴവൂർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികുമാർ, ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF കുറിച്ചി മേഖല ഇലക്ഷൻ കൺവെൻഷൻ നടത്തി. CPI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ MD ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചില മാധ്യമങ്ങളിൽ ഫ്രണ്ട് പേജിൽ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി. അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിക്ക് എന്തെങ്കിലും അടിത്തറയുണ്ടോ, അടിസ്ഥാനമുണ്ടോ? എന്തെല്ലാം കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയട്ടെ. 2014 പറഞ്ഞു കൃഷിക്കാരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ ഒരു ലഭ്യമാക്കും, അത് സംഭരിക്കും, ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും, കാർഷികോൽപ്പന്നങ്ങൾക്ക് അവിടെ ഉത്പാദന ചെലവും ഒപ്പം 50% കൂടെ നൽകും, 2 കോടി തൊഴിലവസരം, ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ. അങ്ങനെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ മോഡി നടപ്പാക്കി. അതിലൊന്നെങ്കിലും മോഡി നടപ്പാക്കിയിട്ടുണ്ടോ? മോഡിയുടെ ഉറപ്പായിരുന്നില്ലേ, മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നില്ലേ? ഒരു ഗ്യാരണ്ടി പോലും മോഡി നടപ്പാക്കിയിട്ടില്ല. ശങ്കരപുരം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം KD സുഗതൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K മാധവൻപിള്ള, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AK സോമനാഥ്, മനോജ് ജോർജ് മുളപ്പഞ്ചേരി, ബിജു തോമസ്, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കുറിച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സുജാത സുശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 75 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 251 പേരടങ്ങുന്ന പഞ്ചായത്ത് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ വിവിധ ഫൊറോനയിലെ വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണവും വിശുദ്ധ കുരിശിന്റെ വഴിയും നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ കുരിശിന്റെ വഴി എത്തിച്ചേർന്നപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സമാപന സന്ദേശം നൽകി. നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനും. അങ്ങനെ ഈശോയുടെ ആ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. പൗലോസ്ലീഹായെ പറ്റി വ്യക്തമായി കൊറിന്തോസ്കാർക്ക് 1-ാം ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വരങ്ങളെ കുറിച്ച് പറയുന്നു, അവസാനം 3 വരങ്ങളെ കുറിച്ച് പറയുന്നു. അത് വിശ്വാസവും പ്രത്യാശയും സ്നേഹമാണ്. അവയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണെന്ന് പറയുന്നു. ഇതാണ് ക്രൈസ്തവന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. ചങ്ങനാശ്ശേരി, തുരുത്തി, കുറുമ്പനാടൻ, തൃക്കൊടിത്താനം ഫൊറോനകളിൽ നിന്നായി വൈദികരുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും. പാറയിൽ പള്ളിയിലേക്ക് നടത്തിയ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 5 നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ ക്യാരവനിൽ ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കുന്ന 2-അംഗ സംഘം മാന്നാറിലെത്തി. വയനാട് സ്വദേശി TR റെനീഷും കോഴിക്കോട് സ്വദേശി നിജിൻ ഗോപാലുമാണ് മിഷൻ 1 രൂപേ ദൗത്യമായി ഇന്ത്യയൊട്ടാകെ സൈക്കിൾ ചവിട്ടുന്നത്. വയനാട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തിവന്ന അമ്പലവയൽ തട്ടാമ്പറമ്പിൽ TR റെനീഷ്, കായികാധ്യാപകനായ കോഴിക്കോട് കൂരാച്ചുണ്ട് കുഴിവയലിൽ നിജിൻ ഗോപാൽ എന്നിവരാണ് നിർധനർക്ക് തണലൊരുക്കാൻ ഈ കൊടും ചൂടിലും സൈക്കിൾ ചവിട്ടുന്നത്. കുറഞ്ഞത് 1 രൂപ നൽകി സഹായിക്കൂ, വലിയൊരു ദൗത്യത്തിൽ പങ്കാളികളാകൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇരുവരുടെയും സഞ്ചാരം. 2021 ഡിസംബർ 10-നാണ് സുഹൃത്തുക്കളായ ഇവർ യാത്ര ആരംഭിച്ചത്. ഇതുവരെ സമാഹരിച്ച തുകയിൽ നിന്ന് 7,70,000 രൂപ വിനിയോഗിച്ച് അമ്പലവയലിൽ 22 സെന്റ് സ്ഥലം വാങ്ങി 2 വീടിന് അടിത്തറ ഒരുക്കി. ബാക്കി 3 വീടുകൾക്കുള്ള നിർമ്മാണ സാമഗ്രികൾ സ്വരൂപിച്ചു. മൊത്തം 11 ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചതായാണ് കണക്ക്. 4 സെന്റ് സ്ഥലത്ത് 640 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. യാത്രയിൽ കണ്ടെത്തുന്ന 5 കുടുംബങ്ങളെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനൊപ്പം ഇവരുടെ വരുമാനത്തിനായി കുടിൽ വ്യവസായവും ക്രമീകരിച്ചു നൽകുമെന്ന് ഈ യുവാക്കൾ പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി 2021 ഡിസംബർ 10-ന് സൈക്കിളുമായിട്ട് ഒരു കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ എല്ലാവരും പോകുന്ന പോലെയല്ല, നമ്മൾ പോകുന്ന യാത്രയിൽ കാണുന്ന ആൾക്കാരിൽ നിന്ന് കുറഞ്ഞത് ഓരോ രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ടിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായ 5 കുടുംബങ്ങൾക്ക് അവരുടെ വീട് മാറുന്ന സ്വപ്നം സഹായിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. 2021 ഡിസംബർ 10 ഏകദേശം 2 വർഷവും 3 മാസമായി ഇന്നത്തേക്ക് വയനാട് നിന്ന് ഇറങ്ങി കാസർഗോഡ് മുതൽ ഞങ്ങൾ ഇവിടം വരെ 8 ജില്ലയെത്തി. ഇപ്പോൾ വയനാട് അമ്പലവയൽ എന്നുള്ള സ്ഥലത്ത് ഈ 22 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു 2 വീടിൻ്റെ തറേൻ്റെയൊക്കെ പണി കഴിച്ചു. അപ്പോൾ നമ്മൾ യാത്രയിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. മിഷൻ 1 രൂപ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, എവിടെ നിന്ന് വന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ സപ്പോർട്ട് ഞങ്ങളെ കാണുകയാണെങ്കിൽ കുറഞ്ഞ തരുമെങ്കിലും ഒരു സന്തോഷം. ആദ്യം 2 സൈക്കിളിലായിരുന്നു യാത്ര. കോഴിക്കോട് വടകരയിലെത്തിയപ്പോൾ ഒരു വ്യവസായ സംരംഭകൻ 83,000 രൂപ നൽകി 2 സൈക്കിളും കൂട്ടിയോജിപ്പിച്ച് കാരവൻ മാതൃകയിലാക്കി നൽകി. 1 രൂപ നിക്ഷേപിക്കാനുള്ള സൗകര്യത്തിനൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യം വാഹനത്തിലുണ്ട്. ബത്തേരിയിലെ സ്കൂളിൽ കായികാധ്യാപകനായി എത്തിയ നിജിൻ അമ്പലവയലിൽ താമസിക്കവേ റീചാർജ് ചെയ്യാൻ റെനീഷിൻ്റെ കടയിലെത്തിയാണ് പരിചയക്കാരനായത്. ലോകത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ഇവരുടെ ആഗ്രഹമാണ് മിഷൻ 1 രൂപ എന്ന ആശയത്തിനു പിന്നിൽ. ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നതോടെ ലക്ഷ്യം നിറവേറ്റാനുള്ള പണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം മാന്നാറിലെത്തിച്ചേർന്ന സംഘം ഏതാനും ദിവസം ഇവിടെ തുടർന്ന് മേഖലയിലെ ആളുകളെ സമീപിക്കും. 1 രൂപ നൽകൂ, പിന്തുണയേകൂ എന്ന ആവശ്യവുമായി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ.
2023-24 അധ്യയന വർഷത്തിലെ പൊതുപ്രവേശന പരീക്ഷയിൽ മെറിറ്റിൽ അഡ്മിഷൻ നേടി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് ക്ഷണിച്ചിരുന്ന അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 30 വരെ നീട്ടി. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഓഫീസുകളിൽ നിന്നും ലഭിക്കും. ഇതോടൊപ്പം ക്ഷേമനിധി കുടിശ്ശികയുള്ള അംഗങ്ങൾക്ക് മാർച്ച് 30 വരെ കുടിശ്ശിക അടയ്ക്കാമെന്നും അംഗങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ചെയർമാൻ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ ഫോൺ നമ്പർ 048125855510. NSDCയും എഡ്യൂബ്രിഡ്ജ് കരിയർ അക്കാദമിയും ചേർന്ന് ബിസിനസ് കറസ്പോണ്ടന്റ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. ബിരുദം യോഗ്യതയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9895496785 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രകൃതിക്ഷോഭത്തിൽ വിളനാശമുണ്ടായി ആനുകൂല്യത്തിന് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിച്ച കർഷകർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന SMS സന്ദേശം ട്രഷറിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. ഈ സന്ദേശം ലഭിച്ച കർഷകർ സന്ദേശം കിട്ടി 5 ദിവസത്തിനുള്ളിലും ഇനി ലഭിക്കുന്നവർ അതത് ദിവസങ്ങളിലും ബന്ധപ്പെട്ട കൃഷിഭവനുകളെ സമീപിച്ച് കൃത്യമായ ബാങ്ക് അക്കൗണ്ട്, IFSC വിവരങ്ങൾ എന്നിവ നൽകണം. അക്കൗണ്ട് വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം പാസ്ബുക്കിന്റെ പകർപ്പ് കൂടെ സമർപ്പിക്കണമെന്നും സമയക്ലിപ്തത പാലിക്കണമെന്നും ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6025 രൂപ, പവന് 48,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.